ഹലോ, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ക്രീം ബൺ അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ബൺ എന്നൊക്കെ പറയുന്ന ബണ്ണില്ലേ, അത് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് വേണ്ടത് ചെറു ചൂടുള്ള 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് വേണ്ടത് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂണായും കുഴപ്പമൊന്നുമില്ല, ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാല് ചെറു ചൂട് എന്തായാലും വേണം, നിർബന്ധമാണ്. നന്നായി ചൂടാവരുത്, ജസ്റ്റ് ചെറിയ ചൂട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് ശരി സെറ്റായിട്ടുണ്ടാവും. ഇങ്ങനെ ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം വെച്ച് നോക്കുക. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ ആ ഈസ്റ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അങ്ങനെ ഇതിന് ശേഷം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ചേർക്കുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, അധികം ചേർക്കരുത്. അതിൻ്റെ സ്മെല്ല് വരും, അല്ലെങ്കിൽ ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തു. ഇതും മൈദ തന്നെയാണ് കേട്ടോ. അത് 1/2 കപ്പിൻ്റെ മൈദ, മറ്റേ അങ്ങനെ 1/2 കപ്പ് എടുത്താണ്. 1/2 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ കുറച്ച് എന്തെങ്കിലും ലൂസ് ടൈറ്റായി തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവിൻ്റെ ഇതിലല്ല വരുന്നത്, ഇതൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വരണം കേട്ടോ. മാവ് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. അഥവാ നന്നായി ടൈറ്റ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 1/2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ബാക്കി ഉണ്ടായത് മൈദപ്പൊടി തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചേർത്ത് മൈദ തന്നെയാണ്. ഇത് മൈദ കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ വരണം കേട്ടോ. നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒഴുകി പോകുന്ന രീതിയിലായിരിക്കണം മാവ്. ഒരുപാട് തിക്കല്ല, ഒരുപാട് ലൂസില്ലാത്തൊരു രീതിയിൽ. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വേണ്ട ബട്ടർ ക്രീം നമുക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു 4.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അത്രേ ആവശ്യമുള്ളൂ, അത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ അതുപോലെ ഇത് ഫ്രീസറിലാണെങ്കിൽ പുറത്ത് വെക്കണം. നമ്മൾ കുഴിഞ്ഞു പോകുന്ന ഒരു രീതിയാവില്ല, ആ സമയത്താണ് ഇത് എടുത്ത് ചെയ്യേണ്ടത്. അധികം ലൂസാവരുത്. ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്ത് വെക്കണം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ കുറച്ച് വാനില എസൻസ്, കുറച്ചുള്ള ഒരു ചെറിയ ഡ്രോപ്പ് ചേർത്താൽ മതി സ്മെല്ലിന് വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും കേട്ടോ. ഈ തിക്കാവുന്ന സമയത്ത് ഇതേപോലെ തിക്കാവുന്ന സമയത്താണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. ഇനി നമുക്ക് ബട്ടർ ബണ്ണൊക്കെ ആയ ശേഷം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി, പുറത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന മാവ് നന്നായി പൊങ്ങി വന്ന് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ആവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. ഇങ്ങനെ ആവും. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇനി അടുത്ത പരിപാടി. ഇത് നമ്മൾ ഒഴിച്ചിട്ടാണ്, മാവ് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. നമ്മളല്ലാതെ ചപ്പാത്തി പോലെ പരത്തി കുഴച്ചല്ല ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്യാം കേട്ടോ. ആദ്യം നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇതുപോലത്തെ ഒരു തവി നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇതുപോലെ തവി ആദ്യം എണ്ണ ചൂടാകുമ്പോൾ 2-3 മിനിറ്റ് എണ്ണയിൽ വെച്ചതിന് ശേഷം പിന്നെ അത് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ മാവ് ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരേപോലെ ആക്കിയിട്ട് പിന്നെ എണ്ണയിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് ഈ ബട്ടർ ബണ്ണിൻ്റെ ഒരു ഷേപ്പ് ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്ന കാണാം. പൊങ്ങി വന്നതിന് ശേഷം ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ തവിയിൽ നിന്ന് വിട്ടു പോരുന്നതായിരിക്കും. പിന്നെ ഈ ചട്ടി ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ആഴമുള്ള ചട്ടിയാണ്. എണ്ണ ഒഴിക്കുകയും ചെയ്തു. ശരിക്കും ഇതിന് ഒരു പരന്ന പാനാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ തവി വെക്കുന്ന സമയത്ത് ആ മാവ് ശരിക്കും മുങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ ചെരിച്ച് കൊടുത്തിട്ടുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേണം വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അകൊന്നും വെന്ത് കിട്ടില്ല. എണ്ണ ഫസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ചൂടനുസരിച്ച് ജസ്റ്റ് കൂട്ടി കുറച്ചും കൊടുക്കാം. അങ്ങനെ അകമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്വീറ്റ് ബണ്ണായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്രീം ബൺ എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടർ ബൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു തവിയാണ് എടുത്തത്. അപ്പോൾ അത് വലിയതായി. അത്യാവശ്യം ചെറിയ തവി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാം ലെവൽ ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിലോ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ അതങ്ങ് പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഈ തവി എന്ത് ചെയ്യണം, ജസ്റ്റ് ആ എണ്ണയിലൊന്ന് മുക്കി വെക്കണം കേട്ടോ, മാവ് ഒഴിക്കുന്നതിന് മുന്നേ. എങ്കിലേ പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളിതാ സ്വീറ്റ് ബൺ റെഡി ആയിട്ടുണ്ട്, ക്രീം ബൺ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബണ്ണ്. ഇതിനൊക്കെ 2-3 ബണ്ണ് കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അത്യാവശ്യം വലിയ തവിയിൽ ഞാൻ ഒഴിച്ചിരുന്നു. അപ്പോൾ അത് വലിയ ബണ്ണായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് മാറ്റിയത്. പിന്നെ ചെറിയ തവിയിൽ ഒഴിച്ചപ്പോഴാണ് ശരിക്കും നല്ല ഭംഗിയുള്ള ബണ്ണായി കിട്ടിയത്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗം കട്ട് ചെയ്ത് തുറക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, അതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1, 2, 3 ഒക്കെ നമ്മൾ നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിന് ചൂട് പോയതിന് ശേഷം മാത്രം ഇതിങ്ങ് മുറിച്ചെടുക്കുക. ചൂട് പോയാൽ മാത്രമേ അതിൻ്റെ ഹാർഡ്നെസ് പോയി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മുടെ ബട്ടർ ക്രീം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകും. ഈ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ ക്രീം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് എത്ര വേണ്ടത് അത്രയും തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തവി ആദ്യം എണ്ണയിൽ മുക്കി വെച്ച് 2-3 മിനിറ്റ് ശേഷമാണ് പിന്നെ തവി എടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ ആ തവിയിൽ നിന്ന് വിട്ട് കിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ ബട്ടർ ബൺ അല്ലെങ്കിൽ നമ്മുടെ ക്രീം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ്, ഇതിനേക്കാൾ മനോഹരമായ വീഡിയോസും ഒക്കെ എൻ്റെ ചാനലുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ നാടും പുഴകളും ഡാമും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്